കുമ്പളങ്ങി ഇല്ലിക്കൽ ദേവസ്വം യോഗം ശ്രീ അർദ്ധനാരീശ്വരം മഹാക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ, ക്ഷേത്രം മേൽശാന്തി കണ്ണൻ ശാന്തികൾ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചത്. ഏപ്രിൽ 2-ന് ആരംഭിച്ച ഉത്സവം 11-ന് സമാപിക്കും. കുമ്പളങ്ങി ഇല്ലിക്കൽ ദേവസ്വം യോഗം ശ്രീ അർദ്ധനാരീശ്വരം മഹാക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി കണ്ണൻ ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറി. ഉത്സവത്തിന്റെ 1-ാം ദിനത്തിൽ നിർമാല്യ ദർശനം, ഗണപതി ഹോമം, പ്രസാദ ഊട്ട്, ദീപാരാധന എന്നിവയുണ്ടായി. തൃക്കൊടിയേറ്റിനുള്ള കൊടിയും കൊടിക്കയറും മധു സഹദേവൻ പുളിക്കൽ കുമ്പളങ്ങിയുടെ വസതിയിൽ നിന്ന് വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടിയാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. ഉത്സവ ദിനങ്ങളിൽ ശ്രീബലി, ഗുരുപൂജ, നൃത്തനൃത്യങ്ങൾ, അത്താഴപൂജ, മെഗാ തിരുവാതിര, നിറമാല ചുറ്റുവിളക്ക്, ഗാനസന്ധ്യ, അഭിഷേക കാവടി, മെഗാ ഷോ, ഹരിനാമ കീർത്തനം, കളഭാഭിഷേകം, ഉത്സവ ബലി, പള്ളിവേട്ട മഹോത്സവം, കാഴ്ച ശ്രീബലി, മേജർ സെറ്റ് പഞ്ചാരിമേളം, ആനയൂട്ട്, കാവടി ഘോഷയാത്ര, പകൽപൂരം, ആറാട്ടു മഹോത്സവം, വലിയ കുരുതി തർപ്പണം എന്നിവയുണ്ടാകും. ഏപ്രിൽ 2-ന് ആരംഭിച്ച തിരുവുത്സവം 11-ന് സമാപിക്കും. പ്രസിഡന്റ് KM പ്രതാപൻ, സെക്രട്ടറി TS ശശികുമാർ, ദേവസ്വം മാനേജർ NR ഉത്തമൻ ശാന്തി, ഫൈനാൻസ് കമ്മിറ്റി കൺവീനർ സിബു ശിവൻ, ക്ഷേമനിധി ബോർഡ് ചെയർമാൻ TP സുഭാഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ 2025 ആണ്ടത്തെ തിരുവുത്സവം ഇന്ന് ആരംഭിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി ശ്രീ രാകേഷ് തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ കണ്ണൻ ശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് ഇന്ന് കൊടിയേറ്റം നടത്തിയിരിക്കുന്നത്. തുടർന്ന് 10 ദിവസം നീളുന്ന ഉത്സവമാണ് നടക്കാൻ പോകുന്നത്. ഏപ്രിൽ 9-ാം തീയതി ചെറിയ വിളക്ക് ആഘോഷവും, ഏപ്രിൽ 10-ാം തീയതി കാവടി ഘോഷയാത്രയോടുകൂടിയുള്ള പള്ളിവേട്ട മഹോത്സവവും, ഏപ്രിൽ 11-ന് ആറാട്ടുമാണ് നടക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ 1083 മാസം രോഹിണി നക്ഷത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിലെ 106-ാമത് പ്രതിഷ്ഠോത്സവമാണ് നമ്മളിന്ന് കൊണ്ടാടുന്നത്. അതിൻ്റെ കൊടിയേറ്റ് കർമ്മമാണ് ഇന്നിവിടെ നടന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളുടെ ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിൽ ഗുരുദേവ പ്രതിമ വേണം എന്നുള്ളത് അത്യാവശ്യമായ താമ്പൂല പ്രശ്നത്തിൽ, വിധി പ്രശ്നത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുദേവ പ്രതിഷ്ഠ നമ്മളിവിടെ കഴിഞ്ഞ ഞായറാഴ്ച ആലുവ അദ്വൈതാശ്രമം മഠാധിപതി ശ്രീ ധർമ്മചൈതന്യ സ്വാമികളും വന്ന് പ്രതിഷ്ഠ നടത്തുകയും വെള്ളാപ്പള്ളി FNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ വന്ന് ഒരു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിൻ്റേതായ പരിപാടികൾ നടത്തപ്പെടുകയുണ്ടായി. ഈ ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വ്യാഴാഴ്ചയാണ്. ആ വ്യാഴാഴ്ച നടക്കുന്ന കാവടി മഹോത്സവത്തിൽ തെക്ക് നിന്നും വടക്ക് നിന്നും ഗംഭീരമായ കാവടി ഘോഷയാത്രയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിലെ വർഷത്തിലെ എല്ലാ മാസങ്ങളിലും ശനിയാഴ്ച തോറും ശനിദോഷ ശാന്തിക്കായിട്ട് എള്ളുതിരി കത്തിക്കലും തിലനീരാഞ്ജന വഴിപാടുകളുണ്ട്. എല്ലാ മാസത്തിലും ആദ്യ ശനിയാഴ്ച മഹാമൃത്യുഞ്ജയ ഹോമം, അന്നദാനം എന്നീ വഴിപാടുകളൊക്കെ ഈ ക്ഷേത്രത്തിൽ വിശേഷമായിട്ട് നടന്നു വരുന്നു. വെള്ളിയാഴ്ച ദിവസം നാരങ്ങാദീപം സമർപ്പണം ഇവിടെ നടന്നു വരുന്നു. ഗുരുദേവൻ്റെ പ്രതിഷ്ഠ നിർവഹിച്ച ക്ഷേത്രമാണ്. അർദ്ധനാരീശ്വരാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 117-ാമത് വാർഷികമായിട്ടാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. നാനാ ദേശങ്ങളിൽ നിന്നും ഈ ഉത്സവം കൊണ്ടാടാനായിട്ട് ഇവിടെ എല്ലാവരും എത്തിച്ചേരാറുണ്ട്. നമ്മുടെ മെയിനായിട്ടുള്ള ഉത്സവം വരുന്നത് 10-ാം തീയതിയാണ്. 10-ാം തീയതി കാവടി, അതോടൊപ്പം തന്നെ പള്ളിവേട്ട അഞ്ചാനപ്പുറത്തുള്ള ഉത്സവം നടക്കുന്നത് 10-ാം തീയതിയാണ്. 11-ാം തീയതി ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.